ഹായ് പാട്രിയറ്റ് മലയാളത്തിന്റെ വമ്പൻ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമ. ചാക്കോച്ചനും ഫഹദും സിനിമയിൽ മുഖ്യ വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. സിനിമയുടെ റിലീസിംഗ് മെയ് 1-നാണ്. ഇന്നലെ സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ചു 9 മണിക്ക്. ഇന്നലെ രാത്രി 12 മണിയോടെ സിനിമയ്ക്ക് വന്ന ബുക്കിംഗ് കളക്ഷൻ അത് എത്രയാണ്? വലിയൊരു കളക്ഷൻ സിനിമ നേടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു കളക്ഷനിലേക്ക് സിനിമ പോയിട്ടില്ല. പക്ഷേ ഭേദപ്പെട്ട കളക്ഷൻ സിനിമ നേടിയിട്ടുണ്ട്. ഇന്നലെ 12 മണിവരെ സിനിമ നേടിയ കളക്ഷൻ, രാത്രി 12 മണിവരെ സിനിമ നേടിയ കളക്ഷൻ കേരളത്തിൽ 2,80,00,000 രൂപയാണ് പാട്രിയറ്റ് എന്ന സിനിമ ബുക്കിങ്ങിലൂടെ നേടിയെടുത്തത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 22 കോടിയും ഈ സിനിമ നേടിയെടുത്തു. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് മാത്രം 3,02,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തത്. വേൾഡ് വൈഡ് ബുക്കിംഗ് കളക്ഷനായിട്ട് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്, അതായത് ലോകമെമ്പാട് നിന്നും സിനിമയ്ക്ക് മൊത്തം വന്നിരിക്കുന്ന കളക്ഷൻ 7,75,00,000 രൂപയാണ് ഇന്നലെ രാത്രി 12 മണിവരെ. തീർച്ചയായും നല്ലൊരു കളക്ഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന മലയാളത്തിന്റെ വലിയ സിനിമ എന്നുള്ള നിലയ്ക്ക് കളക്ഷൻ അത്രയ്ക്ക് പോരാ എന്നുള്ളതും എടുത്തു പറയുന്നു. ഈ 7,75,00,000 രൂപ എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായും വലിയൊരു കളക്ഷനായിട്ട് നമുക്ക് തോന്നും. അതുപോലെ ബുക്കിംഗ് മികച്ച രീതിയിൽ നടക്കുന്നു എന്നും തോന്നും. മലയാളത്തില് ഒരു മണിക്കൂർ ടിക്കറ്റ് വിൽപ്പനയിൽ പാട്രിയറ്റ് എന്ന സിനിമയുടെ സ്ഥാനം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് ഏറ്റവും കൂടുതൽ മണിക്കൂർ ടിക്കറ്റ് വിൽപ്പന ഏതൊക്കെ സിനിമയ്ക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 1-ാം സ്ഥാനം എമ്പുരാൻ എന്ന സിനിമയാണ്. 96,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് മണിക്കൂറിൽ എമ്പുരാന് വിറ്റുപോയത്. അതായത് വലിയൊരു ബുക്കിംഗ് ആണ് എമ്പുരാൻ എന്ന സിനിമ അന്ന് നേടിയെടുത്തത്. 2-ാം സ്ഥാനത്ത് ദിലീപ് നായകനായി മോഹൻലാൽ ഗസ്റ്റ് റോളിൽ വന്ന ബബ്ബബ്ബ എന്ന സിനിമയാണ്. 17,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ബബ്ബബ്ബ മണിക്കൂറിൽ നേടിയെടുത്തത്. 3-ാം സ്ഥാനത്താണ് പാട്രിയറ്റ് എന്ന സിനിമയുടെ സ്ഥാനം. മമ്മൂട്ടി മോഹൻലാലും ഒന്നിച്ച ഈ സിനിമ 13,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് മണിക്കൂറിൽ വിറ്റത്. 4-ാം സ്ഥാനത്ത് മോഹൻലാലിന്റെ തുടരും എന്ന സിനിമയാണ്. 10,000-നും മുകളിലുള്ള ടിക്കറ്റുകളാണ് മണിക്കൂറിൽ, അതായത് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് വിറ്റത്. ഈ 4 സിനിമകൾക്ക് മാത്രമാണ് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് 10,000-ന് മുകളിൽ ടിക്കറ്റ് വിൽക്കാൻ സാധിച്ചത് മണിക്കൂറിൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 4 സിനിമകളിലും മോഹൻലാൽ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു സിനിമയ്ക്കും റിലീസിന് മുൻപ് ഈ ഒരു ബുക്കിംഗ് നേടാൻ സാധിച്ചിട്ടില്ല. പാട്രിയറ്റിനെ സംബന്ധിച്ച് എമ്പുരാന്റെ റെക്കോർഡ് മറികടക്കണം എന്ന് പറയുന്നില്ല, പക്ഷെ ബബ്ബബ്ബയുടെ റെക്കോർഡ് മറികടക്കായിരുന്നു. അവിടെ ദിലീപും മോഹൻലാലുമാണെങ്കിൽ ഇവിടെ മമ്മൂട്ടിയും മോഹൻലാലുമാണ്. ഇതുവരെയും ബബ്ബബ്ബയുടെ ആ മണിക്കൂർ ടിക്കറ്റ് വിൽപ്പന മറികടക്കാൻ പാട്രിയറ്റിന് സാധിച്ചിട്ടില്ല. ഇനിയും 2 ദിവസങ്ങൾ ബാക്കിയുണ്ട്. ആ സമയത്ത് എപ്പോഴെങ്കിലും ബബ്ബബ്ബയുടെ റെക്കോർഡ് പാട്രിയറ്റിന് മറികടക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതുവരെയുള്ള പാട്രിയറ്റിന്റെ ബുക്കിംഗ് കളക്ഷൻ 7,75,00,000 രൂപ വേൾഡ് വൈഡ് കളക്ഷൻ. അതുപോലെ തന്നെ ഇന്ന് കൃത്യം 5 മണിക്ക് മോഹൻലാൽ നായകനാവുന്ന ദൃശ്യം 3യുടെ ടീസർ നമ്മൾക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. ദൃശ്യം 3 മെയ് 21-നാണ് റിലീസ് ചെയ്യുന്നത്. വിദേശ രാജ്യങ്ങളിലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ തന്നെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണ് എന്നറിയില്ല. എന്തായാലും അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്. മെയ് 21-ന് ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. ഇന്ന് സിനിമയുടെ ടീസർ നമ്മൾക്ക് മുന്നിലേക്ക് എത്തും. അതുപോലെ തന്നെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പല ഇന്റർവ്യൂസും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നുണ്ട്. അൻസിബിയും അതുപോലെ എസ്തറെല്ലാം ഉള്ള ഇന്റർവ്യൂ. ഇനിയുള്ള ദിവസങ്ങൾ ദൃശ്യം 3യുടെ പ്രൊമോഷൻ നമ്മൾക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്ന് ആശീർവാദ് സിനിമാസ് പല ആൾക്കാർക്കും കാണിച്ചു കൊടുക്കും. പാട്രിയറ്റ് എന്ന സിനിമ വലിയൊരു സിനിമയാണ്. മമ്മൂട്ടിയും മോഹൻലാലും കുഞ്ചാക്കോ ബോബനും ഫഹദും ഒക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമയുടെ പ്രൊമോഷൻ വലിയ കാര്യമായി അതിന്റെ അണിയറക്കാർ നടത്തിയില്ല. പക്ഷെ ദൃശ്യം 3 എന്ന കൊച്ചു സിനിമയെ എങ്ങനെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്ന് ആന്റണി പെരുമ്പാവൂർ നമ്മൾക്ക് കാണിച്ചു തരും. നമ്മൾ കണ്ടതാണ് എമ്പുരാൻ എന്ന സിനിമയുടെ പ്രൊമോഷൻ. ഏകദേശം ആ ലെവലിൽ തന്നെയാവും ദൃശ്യം 3യെയും അവർ നമ്മൾക്ക് മുന്നിലേക്ക് തരിക. അമ്മാതിരി ഹൈപ്പ് ദൃശ്യം 3 ഇറങ്ങുന്നതിന് മുൻപ് നമ്മൾക്ക് കിട്ടും. ആ സിനിമയ്ക്ക് ഒരു ഹൈപ്പും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ആ സിനിമ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമയാണ്. എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. അതിന് പ്രത്യേകിച്ച് ഒരു ഹൈപ്പിന്റെയും ആവശ്യമില്ല. പക്ഷെ ആശീർവാദ് സിനിമാസ് കൃത്യമായി പ്ലാൻ ചെയ്യും എന്തൊക്കെയാണ് ആ സിനിമയ്ക്ക് വേണ്ടത്. ആ രീതിയിലുള്ള പ്രൊമോഷൻ അവർ കൊടുത്തിരിക്കും. നിങ്ങൾ കണ്ടോളൂ, ദൃശ്യം 3യുടെ ബുക്കിംഗ് ആരംഭിക്കുമ്പോൾ ആ സിനിമയ്ക്ക് വരുന്ന ബുക്കിംഗ് കളക്ഷൻ എങ്ങനെയാണ് എന്ന്. മണിക്കൂർ ടിക്കറ്റ് വിൽപ്പന എന്താണ് എന്ന് ദൃശ്യം 3 കൃത്യമായി നമ്മൾക്ക് കാണിച്ചു തരും. എമ്പുരാന്റെ മണിക്കൂർ ടിക്കറ്റ് വിൽപ്പന മറികടക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എമ്പുരാന് ശേഷം മറ്റെല്ലാ സിനിമകളെയും മറികടന്ന് ദൃശ്യം 3 ഉണ്ടാവും എന്നുള്ളതാണ് മണിക്കൂർ ടിക്കറ്റ് വിൽപ്പനയിൽ. എന്തായാലും 5 മണിക്ക് ദൃശ്യം 3യുടെ ടീസറിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പാട്രിയറ്റ് എന്ന സിനിമ ഫസ്റ്റ് ഡേ എത്ര കോടി കളക്ഷൻ നേടിയെടുക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 30 കോടി ടച്ച് ചെയ്യും എന്നുള്ളതാണ് പാട്രിയറ്റ് എന്ന സിനിമ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.